ഒരു ഇടവേളയ്ക്ക് ശേഷം മുൻ ഭാര്യ അമൃത സുരേഷിനും മകൾക്കുമെതിരെ വീണ്ടും ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് നടൻ ബാല. 10 വർഷത്തോളമായി തന്നെ മുൻ ഭാര്യയും കുടുംബവും ദ്രോഹിക്കുകയാണെന്ന് ബാല പറഞ്ഞത്. അമൃത മകൾക്ക് ബാലയിൽ നിന്ന് കിട്ടേണ്ട അവകാശത്തിന് വേണ്ടി നിയമപരമായി നീങ്ങിയതിൻ്റെ പ്രതിഫലനമാകാം ഈ നടൻ്റെ പുതിയ പ്രതികരണങ്ങൾ. തൻ്റെ പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലെന്നും ഇനി തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ നടൻ വീരവാദം മുഴക്കിയത്. എന്നാൽ ബാല ചെയ്ത ശുദ്ധ മണ്ടത്തരമാണെന്നും ഇപ്പോൾ അമൃതയ്ക്ക് കുറച്ചുകൂടി ഈസി ആയെന്നും പറയുകയാണ് റിയാക്ഷൻ വീഡിയോയുടെ എല്ലാവരും. ഷെഫീനയുടെ വാക്കുകൾ തുറന്ന് വായിക്കാം. അമൃത കേസ് കൊടുത്തിട്ടുണ്ട്. അത് അവൾക്ക് കിട്ടേണ്ട അവകാശത്തിന് വേണ്ടിയാണ്. നല്ല അന്തസ്സുള്ള ഒരുത്തനെ കല്യാണം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കേണ്ട പെണ്ണിനെ പറഞ്ഞ് പ്രേമത്തിൽ കുടുക്കി 250 കോടി സ്വത്തുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ച് അതിനെ കെട്ടി കുഞ്ഞിനെ കൊടുത്ത് അവൻ്റെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി മുഴുവൻ ആ പെണ്ണിൻ്റെ തലയിൽ കുത്തിക്കയറ്റി അതിനെക്കൊണ്ട് ചെയ്യുന്നതെല്ലാം ചെയ്യിപ്പിച്ച് അവസാനം കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. അത് തലവിധിയെന്ന് കരുതാം. പക്ഷേ അതിനുശേഷം അവളെ മറ്റൊരാൾക്കൊപ്പം ജീവിക്കാൻ വിടാതെ ബാല പിന്തുടർന്ന് ആക്രമിച്ചു. സൈബർ ഇടങ്ങളിൽ കൊന്ന് കൊലവിളിച്ചു. അമൃതയെ അത്രത്തോളം ദ്രോഹിച്ചു. പല കാര്യങ്ങളും ദൃക്സാക്ഷിയായിരുന്ന കുട്ടി നാണക്കേട് സഹിക്കാൻ വയ്യാതെ ആ കുട്ടി വരെ വന്ന് ബാലയ്ക്ക് എതിരെ പ്രതികരിച്ചു. ബാല കാരണം മടുത്തുവെന്നും അയാളുടെ സ്വത്തൊന്നും തനിക്ക് വേണ്ടെന്നും പറഞ്ഞു. പക്ഷേ നമ്മൾ ഒരു കുഞ്ഞിന് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ സ്വത്തിൻ്റെ 1% ആ കുട്ടിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അത് കൊടുക്കാതിരിക്കുന്നത് മോശം പ്രവൃത്തിയാണ്. അതിനാൽ തന്നെ ബാല പല കാര്യങ്ങളിലും തെറ്റുകാരനാണ്. പൊട്ടനാണെന്ന് ബാല തെളിയിച്ചു. കഴിഞ്ഞ ദിവസം ഇയാൾ കൊടുത്ത ഇൻ്റർവ്യൂ വെച്ച് അമൃത ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുത്താൽ, അതായത് ഒരാൾക്ക് കൊടുക്കേണ്ട സ്വത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇതെല്ലാം മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുന്നതും അത് പബ്ലിക്കായി പറയുന്നത് വഴി അമൃതയ്ക്ക് തെളിവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പോലെയാണ്. സിമ്പിളായി അമൃതയ്ക്ക് ബാലയുടെ സ്വത്തുകൾ കണ്ടുകിട്ടാം. കോഹ്ലിക്ക് അമ്മയ്ക്ക് സ്വത്തെഴുതി കൊടുത്തിട്ടുണ്ട്. അത് റദ്ദാക്ക ചെയ്യപ്പെടാം. ബാല പറ്റിപ്പുകാരനും ചതിയനുമാണെന്ന് തെളിയിക്കാൻ അമൃതയ്ക്ക് ഈസിയായി കഴിയും. വിവരവും വിദ്യാഭ്യാസം വഴിയേ സ്വത്തിലൂടെ വരില്ല. അത് വളർന്നു വരുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. ഏത് പെണ്ണിനെ ഉപദ്രവിക്കാം, കൊണ്ടു നടക്കാം, പറ്റിക്കാം എന്ന് കരുതുന്നരുത്. ഇതെല്ലാം കണ്ട് ചുമ്മാതിരിക്കാൻ ഇത് തമിഴ്നാടല്ല, കേരളമാണ്. ഈ ഒരു വീഡിയോ മാത്രം അമൃതയ്ക്ക് ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ. അമൃത സ്വത്ത് വേണ്ടാന്ന് വെക്കരുത്.